തലമുറ തലമുറയായി നമ്മുടെ സങ്കേതവും ബലവുമായിരിക്കുന്ന നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ നാമം ഈ രാത്രിയിൽ മഹത്വപ്പെടട്ടെ. അത്യുന്നതനായ ദൈവത്തിന് സ്തുതി സ്തോത്ര ബഹുമാനങ്ങൾ അർപ്പിക്കുന്നതോടൊപ്പം ദൈവത്തിന്റെ ദാസീദാസന്മാരായ എല്ലാ വിശുദ്ധന്മാർക്കും പ്രായഭേദം കൂടാതെ ക്രിസ്തീയ വന്ദനങ്ങളും. നമുക്കൊരുമിച്ച് ഇന്ന് രാത്രിയിലും ദൈവപാദപീഠത്തിങ്കിലായിരിക്കാൻ ദൈവം ഒരുക്കുന്ന വിലപ്പെട്ട അവസരങ്ങൾക്കായിട്ട് സ്തോത്രം. നമുക്ക് ഈ രാത്രി പ്രാർത്ഥനയോടെ ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. വെളിപ്പാട് പുസ്തകം 5 വരെയുള്ള ഭാഗങ്ങൾ നാം നോക്കിയിരുന്നു. 6-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുവാൻ നമുക്ക് മറ്റു ചില കാര്യങ്ങൾ കൂടെ മനസ്സിലാക്കേണ്ടതായി വന്നതുകൊണ്ട് നമ്മൾ അതിനു വേണ്ടിയിട്ട് ചില ദിവസങ്ങൾ മാറ്റിവെച്ചു. നമ്മൾ അല്പം വിശാലമായിട്ടും പരന്നും ചിന്തിച്ചാണ് പോകുന്നത് എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന വേഗത്തിൽ നമ്മുടെ വിഷയങ്ങൾ തീരുന്നില്ല. അങ്ങനെ മതി എന്ന് നിങ്ങൾ എന്നോട് ആവശ്യപ്പെടുന്നത് കൊണ്ടാണ് അങ്ങനെ ഞാൻ പോകുന്നതും. അല്ല എങ്കിൽ ആ വിഷയങ്ങളെ മാത്രം തൊട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കും. വീണ്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കുക. ചിലർക്ക് ഇത് ഇഷ്ടമാണ്, ചിലർക്ക് ഇത് ഇഷ്ടമല്ല. 2 കൂട്ടരുണ്ട്. നമ്മുടെ കൂട്ടത്തിൽ അധികം സംബന്ധിക്കുന്നവരുടെ താല്പര്യം അനുസരിച്ച് വിഷയങ്ങളെ കൈകാര്യം ചെയ്യുവാനാണ് കർത്താവിൽ ഞാൻ ആശിക്കുന്നത്. നാം ഇന്നലെയും 6-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുവാൻ ഒരുങ്ങിയെങ്കിലും സാധിച്ചില്ല. എന്നാൽ ഇന്ന് നമ്മൾ 6-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്ന് 6-ാം അധ്യായത്തിന് വേണ്ടി, അല്ലെങ്കിൽ 6 മുതൽ 19 വരെയുള്ള അധ്യായങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു മുഖവുരയായിരിക്കും. Today's class also will be an introductory class for chapters 6 to 19, or we can generally say chapters from 6 to 22. നമുക്കറിയാം, നമ്മൾ നേരത്തെ പഠിച്ചു, വെളിപ്പാട് പുസ്തകത്തിന്റെ 3 വിഭജനങ്ങൾ. ആവർത്തിക്കേണ്ടതില്ലെങ്കിലും ഇന്നത്തെ നമ്മുടെ വിഷയത്തിലേക്കുള്ള ഒരു പ്രവേശന കവാടം എന്ന നിലയിൽ അതൊന്നുകൂടെ പറയുകയാണ്. നീ കണ്ടത് 1-ാം അധ്യായം 19-ാമത്തെ വാക്യം അനുസരിച്ചാണ്. ആരെങ്കിലും ഒരാൾ വായിക്കുന്നത് ഒരുപക്ഷെ കുറെ കൂടെ നന്നായിരിക്കുമല്ലോ. വെളിപ്പാട് 1:19. നീ കണ്ടതും ഇപ്പോൾ ഉള്ളതും ഇനി സംഭവിക്കാനിരിക്കുന്നതും എൻ്റെ വലം കൈയിൽ കണ്ട 7 നക്ഷത്രത്തിന്റെ മർമ്മവും 7 പൊൻനിലവിളക്കിന്റെ വിവരവും എഴുതുക. 7 നക്ഷത്രം 7 സഭകളുടെ ദൂതന്മാരാകുന്നു. 7 നിലവിളക്ക് 7 സഭകളാകുന്നു എന്ന് കൽപ്പിച്ചു. അതിന്റെ 1-ാം ഭാഗമേ നമ്മൾ എടുക്കുന്നുള്ളൂ. നീ കണ്ടതും ഇപ്പോൾ ഉള്ളതും മേലിൽ സംഭവിപ്പാൻ ഇനി സംഭവിപ്പാൻ ഇരിക്കുന്നതും ആയ വസ്തുതകൾ. ഈ വിഭജനത്തോടും വിയോജിപ്പുള്ള പലരും
പെന്തക്കോസ്ത് ശുശ്രൂഷകർക്കിടയിലും ഉണ്ട് എന്ന കാര്യം മറക്കരുത്. ഈ വിഭജനത്തെ നമ്മൾ പഠിക്കുന്നത് പോലെ മനസ്സിലാക്കാൻ വിമുഖതയുള്ളവരുണ്ട്. അത് കുഴപ്പമില്ല. 3 കാര്യങ്ങൾ. അതിൽ 2 കാര്യങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇപ്പോൾ നീ കണ്ടത് വളരെ വ്യക്തമാണ്. തേജസ്കരിക്കപ്പെട്ട ക്രിസ്തുവിന്റെ ദർശനമാണ് യോഹന്നാൻ കണ്ടത്. തേജസ്കരിക്കപ്പെട്ട യേശു ക്രിസ്തുവിന്റെ ദർശനം. മൊത്തമായി നാം എടുത്താൽ വെളിപ്പാട് പുസ്തകം മുഴുവനും യോഹന്നാൻ കണ്ടതാണ്. എന്നാൽ അതെല്ലാം യോഹന്നാന് ദൈവം കാണിച്ചു കൊടുക്കുന്നതിന് മുൻപാണ് ഈ വാക്യം യോഹന്നാനോട് കർത്താവ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നീ കണ്ടത് എന്നതിനകത്ത് യോഹന്നാൻ കണ്ട വെളിപ്പാട് മുഴുവനും ഉൾക്കൊള്ളുന്നില്ല. പ്രത്യേകിച്ച് യോഹന്നാൻ ഈ 19-ാമത്തെ വാക്യം നമുക്ക് എഴുതി തരുമ്പോൾ യോഹന്നാൻ കണ്ടത് വേറെ ഒന്നുമല്ല, തേജസ്കരിക്കപ്പെട്ട ക്രിസ്തുവിനെയാണ്. 1-ാം അധ്യായത്തിന്റെ 11 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് നമ്മൾ ആ കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞു. വെളിപ്പാട് പുസ്തകത്തിന്റെ പഠന സമയത്തും നാം അത് കണ്ടു. കൂടാതെ കൊറോണ കാലത്തിന്റെ തുടക്കത്തിൽ ഓൺലൈനായി ഞായറാഴ്ച സഭായോഗങ്ങൾ നടന്നു വന്നിരുന്ന ദിവസങ്ങളിൽ ചിലതിൽ ഈ ഭാഗങ്ങൾ ഞങ്ങൾ എടുത്ത് പ്രത്യേകിച്ച് പഠിക്കുകയും ചെയ്തു. ഞാൻ ഒന്നിലധികം ഇടത്ത് ആ വിഷയങ്ങളെ കുറിച്ച് പ്രസംഗിച്ചിട്ടുമുണ്ട്, പഠിപ്പിച്ചിട്ടുമുണ്ട്. ഓൺലൈനിലും അതിൽ ചിലത് ലഭ്യമാണ്. പറഞ്ഞതിന്റെ സാരം, നീ കണ്ടത് എന്നുള്ളത് ആരെങ്കിലും നിഷേധിച്ചാലും ഇല്ലെങ്കിലും യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാടാണ്. യേശുവിന്റെ മഹത്വപൂർണമായ ആളത്വത്തെ കുറിച്ചുള്ള വെളിപ്പാടാണ്. രണ്ടാമത്, ഇപ്പോൾ ഉള്ളത് എന്ന ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചത്, യോഹന്നാൻ ശുശ്രൂഷിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ ഭൂമിയിൽ അന്ന് ഉണ്ടായിരുന്നതായി ഈ ഭാഗങ്ങൾ, വെളിപ്പാട് പുസ്തകത്തിന്റെ ആദ്യ ഭാഗങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാകുന്നത് 2ഉം 3ഉം അധ്യായങ്ങളിലെ സഭകളെയാണ്. അതുകൊണ്ട് 2ാമത്തെ ഗണത്തിൽ നാം 2ഉം 3ഉം അധ്യായങ്ങളെ പെടുത്തി പഠിച്ചു. പിന്നീട് ഇനിമേൽ സംഭവിപ്പാനിരിക്കുന്നത് എന്നുള്ളതിലാണ് 4 മുതൽ 22 വരെയുള്ള അധ്യായങ്ങൾ വരുന്നത്. 4-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം ഒന്ന് വായിച്ചോളൂ. 4:1. After this I looked, and behold, a door standing open in heaven. And the first voice, which I had heard speaking to me like a trumpet, said, Come up here, and I will show you what must take place after this. അതിന്റെ അവസാന ഭാഗമേ നമ്മൾ എടുക്കുന്നുള്ളൂ. I will show you what must take place after this. മേലാൽ സംഭവിപ്പാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം. അതിൽ നിന്ന് വ്യക്തമാണ് 4-ാം അധ്യായം മുതൽ 22-ാം അധ്യായം വരെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഭാവികാല സംഭവങ്ങളാണെന്ന്. അതിൽ 4ഉം 5ഉം അധ്യായങ്ങൾ നാം കണ്ടു.
ഭാവികാല സംഭവങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ നടക്കുന്ന ഒരു ഒരുക്കം. So from chapter 4 verse 1 and chapter 1 verse 19, we understand the things recorded from chapters 4 through 22 are future events. Future events. And chapters 4 and 5 are heavenly preparation for those future occurrences. മേലിൽ അഥവാ ഭാവിയിൽ സംഭവിപ്പാനിരിക്കുന്ന വസ്തുതകൾക്ക് വേണ്ടി സ്വർഗത്തിൽ നടക്കുന്ന ഒരുക്കമാണ് 4-5 അധ്യായങ്ങളെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. സ്തോത്രം. ഇത്രയും കാര്യങ്ങൾ വ്യക്തമാണല്ലോ. ഇതുവരെ ഉള്ളതിൽ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? കാരണം 5-ാം അധ്യായം വരെ നമ്മൾ വന്നതിന് ശേഷം നാം ഇടയ്ക്ക് ഇവിടെ പറഞ്ഞിട്ടില്ലാത്ത കർത്താവിന്റെ വരവും സഭയുടെ ഉൽപ്രാപണവും ഒക്കെ ആയി ബന്ധപ്പെട്ട വിഷയങ്ങളിലേക്ക് പോയിരുന്നത് കൊണ്ട് ഒരുപക്ഷെ വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ പഠിച്ചു വന്ന അധ്യായങ്ങളുടെ ആ ഒരു കണക്ടിവിറ്റി, ആ ഒരു ബന്ധം ചിലപ്പോൾ വിട്ടുപോയിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. അത് സ്വാഭാവികമാണ്. അതുകൊണ്ടാണ് ഞാൻ അവിടേക്കൊന്ന് വരുവാൻ ഇത്രയും കാര്യങ്ങൾ മുഖവുരയിൽ ഓർപ്പിച്ചത്. മറ്റെന്തെങ്കിലും വിശദീകരണം ഇതുവരെയുള്ളതിൽ വേണമോ? ചോദിക്കാം. ഒന്നുമില്ല എങ്കിൽ മുഖവുരയിൽ തന്നെ തുടരുകയാണ്. വെളിപ്പാട് പുസ്തകത്തിന്റെ വ്യാഖ്യാനം സംബന്ധിച്ച് ഒത്തിരി തത്വങ്ങളും സിദ്ധാന്തങ്ങളും അഥവാ തിയറികളും ഉണ്ടെങ്കിലും പ്രധാനമായും 4 തിയറികൾ ഉള്ളതായി നമുക്ക് മനസ്സിലാക്കാം. 4-ലധികം തിയറികളെ, സിദ്ധാന്തങ്ങളെ ഒരുപക്ഷെ നിങ്ങൾക്ക് പുസ്തകങ്ങളിലും ചില പ്രസംഗങ്ങളിലും കേൾക്കുവാൻ കഴിഞ്ഞേക്കാം. എന്നാൽ നമ്മൾ ഇവിടെ നോക്കുന്നത് പ്രധാനപ്പെട്ട 4 സിദ്ധാന്തങ്ങളാണ്. അത് വിവരിക്കുന്നില്ല, നമ്മുടെ അറിവിന് വേണ്ടി പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഈ വെളിപ്പാട് പുസ്തകം എങ്ങനെ മനസ്സിലാക്കണം, വെളിപ്പാട് പുസ്തകം എങ്ങനെ വ്യാഖ്യാനിക്കണം, വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്നതിനെ കുറിച്ചുള്ള 4 അഭിപ്രായങ്ങളാണ്, 4 വ്യൂസ് ആണ്. So there are 4 major views or principles to understand the book of Revelation and also to interpret. So there are 4 particular streams how people approach the book of Revelation. People understand the book of Revelation. People try to interpret this particular book. 4 views or 4 approaches. And the first view is the preterist view. The preterist view. Preterist view. ഒന്നാമത്തെ സിദ്ധാന്തം അല്ലെങ്കിൽ ഒന്നാമത്തെ വീക്ഷണം എന്നത് പ്രിറ്ററിസ്റ്റ് വ്യൂ എന്നാണ് പറയുക. പ്രിറ്ററിസ്റ്റ് വ്യൂ എന്ന് പറഞ്ഞാൽ 1-ാം നൂറ്റാണ്ടിൽ സഭ നേരിട്ട പ്രയാസ, ഉപദ്രവ, പ്രതികൂലങ്ങളെ സംബന്ധിച്ച ഒരവതരണമാണ് വെളിപ്പാട് പുസ്തകം. അപ്പോൾ വെളിപ്പാട് പുസ്തകത്തെ ഈ കൂട്ടർ, ഈ പ്രിറ്ററിസ്റ്റുകൾ മനസ്സിലാക്കുന്നത് 1-ാം നൂറ്റാണ്ടിൽ ആദിമസഭ അനുഭവിച്ച
യഹൂദരിൽ നിന്നും പ്രത്യേകിച്ച് റോമക്കാരിൽ നിന്നും അനുഭവിച്ച ഉപദ്രവങ്ങളുടെ ഒരു ചിത്രീകരണം എന്നാണ്. മനസ്സിലാവുന്നുണ്ടല്ലോ? അതായത് അവർക്ക് വെളിപ്പാട് പുസ്തകം ഭാവിപരമല്ല. 1-ാം നൂറ്റാണ്ടിൽ നടന്ന സംഭവങ്ങളെ ഒരു പ്രത്യേക രീതിയിൽ അവതരിപ്പിച്ചിരിക്കുന്നു. ഉപദ്രവങ്ങളിലൂടെ, പീഡകളിലൂടെ കടന്നുപോയ 1-ാം നൂറ്റാണ്ടിലെ ദൈവസഭയ്ക്ക് ധൈര്യം പകരുവാൻ, ശക്തി പകരുവാൻ, അവരെ ഉറപ്പിക്കുവാൻ, നിങ്ങളുടെ ഈ പ്രതികൂലങ്ങൾ, നിങ്ങളുടെ ഈ ഉപദ്രവങ്ങളൊക്കെ അവസാനിക്കും. ആത്യന്തികമായി യേശു സഭയും വിജയിക്കും, റോമാ സാമ്രാജ്യം തകരും എന്നൊക്കെ ഈ പീഡയനുഭവിക്കുന്ന സഭയെ ധൈര്യപ്പെടുത്തുവാൻ വേണ്ടി എഴുതി വെച്ചതാണ് വെളിപ്പാട് പുസ്തകം എന്ന് കരുതുന്നവരാണ് ഈ കൂട്ടർ. പ്രിറ്ററിസ്റ്റ് വ്യൂ. രണ്ടാമത്തെ വീക്ഷണം ഹിസ്റ്റോറിക്കൽ വ്യൂ ആണ്. ഹിസ്റ്റോറിക്കൽ വ്യൂ, ചരിത്രപരമായ ഒരു ചിന്ത എന്ന് പറഞ്ഞാൽ പ്രിറ്ററിസ്റ്റുകാരുടെ അത്രയും ഇവര് പരിമിതരല്ല. ഇവര് പറയുന്നത് വെളിപ്പാട് പുസ്തകത്തിലെ കാര്യങ്ങൾ 1-ാം നൂറ്റാണ്ടിലെ സംഭവങ്ങൾ മാത്രമല്ല, ദൈവസഭ ഭൂമിയിൽ ഉള്ളിടത്തോളം കാലം, അതാണ് ചരിത്രം എന്ന് പറയുന്നത്. ദൈവസഭ ഭൂമിയിൽ ഉള്ളിടത്തോളം കാലം സഭയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണത്. ഈ ചരിത്രത്തിനപ്പുറത്തേക്ക് ഇത് പോകുന്നില്ല. അതായത് 1-ാം നൂറ്റാണ്ട് മുതൽ സഭ എടുക്കപ്പെടുന്നത് വരെ ഉള്ള കാര്യങ്ങളെയാണ് ഒരു വിശേഷ രീതിയിൽ ഈ പുസ്തകം അവതരിപ്പിക്കുന്നത്. ഇതാണ് ചരിത്രപരമായ വീക്ഷണം. ഇവർക്കും വെളിപ്പാട് പുസ്തകം ഭാവിയിലെ യാതൊന്നുമല്ല. അവർക്ക്, ഈ രണ്ടു കൂട്ടർക്കും വെളിപ്പാട് പുസ്തകം പ്രവചന ഗ്രന്ഥമല്ല. ഒന്നാമത്തെ കൂട്ടർക്ക് 1-ാം നൂറ്റാണ്ടിലെ മാത്രം അനുഭവങ്ങളുമായി ബന്ധപ്പെട്ടതും, രണ്ടാമത്തെ കൂട്ടർക്ക് സഭ ഭൂമിയിലുള്ള കാലത്തോളം ചരിത്രത്തിൽ നിറവേറുന്നതായ കാര്യങ്ങളുമാണ്. അതിനപ്പുറത്തേക്ക് ഇതിന് പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല. മൂന്നാമത്തെ ഒരു അഭിപ്രായം ഉണ്ട്, ഫ്യൂച്ചറിസ്റ്റിക് വ്യൂ. ഫ്യൂച്ചറിസ്റ്റിക് വ്യൂ, ഭാവിപരമാണ് വെളിപ്പാട് പുസ്തകം എന്ന് പഠിപ്പിക്കുന്നവരും വിശ്വസിക്കുന്നവരുമാണ്. വെളിപ്പാട് പുസ്തകത്തിലെ കാര്യങ്ങൾ 1-ാം നൂറ്റാണ്ടിലേതോ സഭ ഭൂമിയിൽ ഉള്ളിടത്തോളം കാലം സഭയുടെ എടുക്കപ്പടിയിൽ വരെയോ മാത്രം നടക്കുന്ന കാര്യങ്ങളുടെ അവലോകനമോ അവതരണമോ അല്ല. സഭ ഭൂമിയിൽ നിന്ന് എടുക്കപ്പെട്ട അനന്തരവും ഭാവിപരമായി സംഭവിക്കേണ്ടതാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് ഈ മൂന്നാമത്തെ കൂട്ടർ. പ്രത്യേകിച്ച് 4-ാം അധ്യായം മുതൽ 22-ാം അധ്യായം വരെ ഉള്ള വിഷയങ്ങൾ ഇപ്പോൾ നമ്മൾ വായിച്ചതുപോലെ 1-19-ലും 4-1-ലും പറഞ്ഞിരിക്കുന്ന പ്രകാരം ഇത് ഭാവിപരമാണെന്ന് വിശ്വസിക്കുന്നവർ, പഠിപ്പിക്കുന്നവർ. ഇതാണ് ഫ്യൂച്ചറിസ്റ്റ് എന്ന് വിളിക്കപ്പെടുന്നവർ, അല്ലെങ്കിൽ ഫ്യൂച്ചറിസ്റ്റിക് വ്യൂ എന്ന് വിളിക്കപ്പെടുന്നത്. 4-ാമത്തെ ഒരു അഭിപ്രായമുണ്ട്, എ ഫോർത്ത് വ്യൂ. 4-ാമത്തെ വ്യൂ ഐഡിയലിസ്റ്റിക്
എന്നാണ് അതിനെ വിളിക്കുന്നത്. ഐഡിയലിസ്റ്റിക് അല്ലെങ്കിൽ എ പൊയറ്റിക് വ്യൂ, ഒരു കാവ്യാത്മകമായ ഒരു പുസ്തകം, ഒരു നോവല് പോലെ, ഒരു ഭാവന പോലെ, ഒരു ഫിക്ഷൻ പോലെയൊക്കെ ഉള്ളത്. ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്ക് യഥാർത്ഥത്തിൽ സംഭവിച്ചതോ സംഭവിക്കുന്നതോ അല്ല. എന്നാൽ ഉണ്ടല്ലോ കവിതയും നോവലും ഒരു സാഹിത്യ സൃഷ്ടി, അതുപോലെ മാത്രം ഇതിനെ കണ്ടാൽ മതി എന്ന് പറയുന്നവരാണ് നാലാമത്തെ കൂട്ടർ. ഈ 4 വ്യൂസ്, ഈ 4 സിദ്ധാന്തങ്ങൾ, ഈ 4 അഭിപ്രായങ്ങൾ, സമീപനങ്ങളാണ് വെളിപ്പാട് പുസ്തകത്തെ സംബന്ധിച്ച് പൊതുവായിട്ടുള്ളത്. കൂടാതെ വേറെയും ചിലതൊക്കെ ഉണ്ട്. എന്നാൽ പ്രധാനപ്പെട്ട ഈ 4 വ്യൂസ് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇത്രയും പറഞ്ഞതിൽ നിന്ന് നമ്മൾ എന്ത് മനസ്സിലാക്കുന്നു? നമ്മൾ ഈ കൂട്ടത്തിൽ ആരുടെ കൂടെ നിൽക്കും? മൂന്നാമത്തെ ഗ്രൂപ്പുകാരുടെ കൂടെ, ഫ്യൂച്ചറിസ്റ്റുകാരുടെ. തീർച്ചയായിട്ടും നമ്മൾ ഇതിൽ മൂന്നാമത്തെ കൂട്ടർക്കൊപ്പമാണ്. നമ്മുടെ വ്യൂ ഫ്യൂച്ചറിസ്റ്റിക് വ്യൂ ആണ്. പൊതുവെ ദൈവസഭകൾ വിശ്വസിക്കുന്നത്, മനസ്സിലാക്കുന്നത് അങ്ങനെ തന്നെയാണ്. നാലാം അധ്യായം മുതൽ 22-ാം അധ്യായം വരെ നാം കാണുന്നത് ഭാവിപരമായ വിഷയങ്ങളാണ് എന്നാണ്. ഭാവിപരമായ വിഷയങ്ങളാണ് എന്നാണ്. അപ്പോൾ ആ വ്യൂ അനുസരിച്ച് നമ്മൾ മുൻപോട്ട് ചിന്തിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ഇത്രയും കാര്യങ്ങളിൽ മറ്റെന്തെങ്കിലും വിശദീകരണം ആവശ്യമുണ്ടോ? ചോദിക്കാം. പാസ്റ്റർ, ഇതിനു മുമ്പ് ചോദിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. നമ്മള് ഇപ്പോൾ കണ്ടത് എന്ന് പറയുമ്പോൾ ഇന്നത്തെ അന്നുണ്ടായിരുന്ന 7 സഭകളെ കുറിച്ചാണല്ലോ പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കാം ആ ഒരു അത് അങ്ങനെ ഈ ഒരു സെലക്ഷൻ ഏതിന്റെ ഇതിലായിരിക്കാം വന്നത്? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അത്ര ലിമിറ്റഡ് ആയിപ്പോയി ആ 7 സഭകളെന്ന്? എല്ലാ സഭകളും അതിനകത്ത് വരുമോ? എനിക്കറിയാം ഇതിന്റെ കാര്യം, പക്ഷെ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു വന്ന് എന്നുള്ള അറിയാൻ വേണ്ടിയുള്ള ഒരു പെന്തക്കോസ്ത് നാൾ മുതൽ സഭയുടെ എടുക്കപ്പടിയിൽ വരെയുള്ള എല്ലാ സഭകളുടെയും എല്ലാ കാലങ്ങളിലുമുള്ള സഭയുടെ സ്വഭാവമാണ് ഈ 7 സഭകളിലൂടെ വെളിപ്പെടുന്നത്. ശരിയാണ്. അതുകൊണ്ട് ഈ 7 സഭകൾ മതിയാകും. വേറെ ഒത്തിരി സഭകളെ എടുക്കേണ്ട ആവശ്യം ഇല്ല. ഈ 7 സഭകളുടെ സ്വഭാവവും അവയോടുള്ള യേശുക്രിസ്തുവിന്റെ സമീപനവും അത് അന്നത്തെ ആ 7 സഭകൾക്കും ഇത് എഴുതിയതുപോലെ തന്നെ ഇന്നും എക്കാലവും ജീവിച്ചിരിക്കുന്ന സഭകൾക്ക് ഇത് ബാധകവുമാണ്. അവിടെ പറഞ്ഞിരിക്കുന്ന സ്വഭാവങ്ങൾ, സഭയുടെ പ്രകൃതങ്ങൾ എക്കാലവുമുള്ള സഭകൾക്ക് ഒന്നല്ലെങ്കിൽ മറ്റൊന്ന് ഉണ്ടായിരിക്കും. ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും.
പ്രത്യേകിച്ച് നമ്മളത് പണ്ട് പറഞ്ഞതാണെങ്കിലും എഫെസോസിലെ സഭ ഒത്തിരി നന്മകളുണ്ട്. പക്ഷേ അവിടുത്തെ പ്രശ്നം എന്താണ്? ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടു. അതെ, ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടു. സ്നേഹം തണുത്തു. അവിടെയാണ് പ്രശ്നങ്ങളുടെ തുടക്കം. സ്നേഹം തണുത്ത സഭ അടുത്തതായി ചെന്ന് ചാടുന്ന പ്രശ്നം എന്താണ്? പെർഗമോസിലെ സഭയ്ക്ക് പ്രശ്നം ഉണ്ടായത് ഉപദേശ വിഷയത്തിലാണ്. ബിലയാമിന്റെ ഉപദേശം, നിക്കലോവിയരുടെ ഉപദേശ വിഷയത്തിലാണ് അവര് പിന്നെ തെറ്റുന്നത്. പിന്നെ നോക്കിയാൽ തുയഥൈരയിൽ അവര് പാപത്തെ സഹിച്ചുകൊള്ളുന്ന ഒരവസ്ഥയിലേക്ക്, പാപം അവർക്കൊരു പ്രശ്നമല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തും. ടോളറൻസ് ടുവേർഡ്സ് സിൻ. മ്ലേച്ഛത സഭയ്ക്കകത്ത്. അത് നിമിത്തം സർദീസിലേക്ക് വരുമ്പോൾ ആത്മീയമായി മരിച്ച സഭ, എന്നാലും ഒരൽപ്പം പ്രതീക്ഷയുണ്ട്. ചിലർ ഉടുപ്പ് മലിനമാകാത്തവർ. എന്നാൽ അവിടെയും മാനസാന്തരമില്ലാതെ വന്നപ്പോൾ സഭയിൽ വന്നുകൂടുന്ന ഒടുവിലത്തെ പ്രശ്നം എന്താണ്? ലവോദിക്കയിലുള്ളതുപോലെ ക്രൈസ്റ്റ്ലെസ്നെസ്, ക്രിസ്തു ഇല്ലാത്ത സഭയായി മാറുന്നു. വെറും പ്രസ്ഥാനവൽക്കരിക്കപ്പെടുന്നു. വെറും ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ആയി മാറുന്നു. സ്ഥാപനവൽക്കരിക്കപ്പെടുന്ന സഭ. People are least concerned about the core factor of the church, the indwelling presence of the risen Christ. ഇങ്ങനെ ഈ 7 സഭകളിലെ 5 സഭകൾ പാപം പ്രോഗ്രസീവായി, പുരോഗമനപരമായി, വർദ്ധിതമായി സഭയിലേക്ക് വന്നുകൂടുകയാണ്. എന്നാൽ അതിനിടയിലും ദൈവത്തിന്റെ ഒരു ശേഷിപ്പിനെയാണ് സ്മുർണയും ഫിലദൽഫിയയും ചൂണ്ടിക്കാട്ടുന്നത്. ആ 2 സഭകളെ കുറിച്ച് കർത്താവ് ആക്ഷേപമൊന്നും ഉന്നയിക്കുന്നില്ല. പക്ഷെ ആ സഭകളിലും പുറത്തു നിന്നുള്ള പീഡകളും വെല്ലുവിളികളും ഉണ്ടായിരുന്നു. ദൈവമുമ്പാകെ ആ സഭകൾ വിശുദ്ധരായിരുന്നു എന്നതുകൊണ്ട് സാത്താനിൽ നിന്നോ സാത്താനാൽ നയിക്കപ്പെടുന്ന മനുഷ്യരിൽ നിന്നോ ഉള്ള പീഡകളിൽ നിന്ന് അവർ ഒഴിഞ്ഞിരുന്നില്ല. അപ്പോൾ കർത്താവിന് ആക്ഷേപം പറവാനില്ലാത്തവരും സ്മുർണയെയും ഫിലദൽഫിയയും പോലെ സഭകളിൽ ഉണ്ട്, പ്രാദേശിക സഭകളിലുണ്ട്. എന്നാൽ അവരും കഷ്ടതകളിലൂടെയും വെല്ലുവിളികളിലൂടെയും കടന്നു പോകുന്നു എന്ന സത്യം അവരെ അറിയിക്കുന്നു. അപ്പോൾ തന്നെ കർത്താവ് പറയുന്നു, നിങ്ങൾ ഇങ്ങനെയുള്ള വെല്ലുവിളികളിലൂടെ സാത്താന്റെ സിംഹാസനം ഇരിക്കുന്ന ഇടം പോലെ സാത്താന്റെ പള്ളിക്കാരായവരുടെ ഇടപെടിയിൽ ഒക്കെ ഉള്ളപ്പോഴും ഞാൻ നിങ്ങൾക്ക് ജയം നൽകുന്നവനാണ്. നിങ്ങൾ അവരെ പേടിക്കണ്ട. വരുന്നത് സാത്താന്റെ പള്ളിയിൽ നിന്നാണെങ്കിലും നിങ്ങളുടെ മുമ്പിൽ അവർ മുട്ടുകുത്തും. വ്യാജന്മാരാണെങ്കിലും നിങ്ങൾ അവരെ തിരിച്ചറിയും, വിവേചിക്കും.
കണ്ടോ ആ സന്ദേശം? ഇത്രയും കാര്യം സഭയോട് പറഞ്ഞാൽ മതിയായിരുന്നു. അതിന് പറ്റിയ 7 സഭകളെ അന്ന് കർത്താവ് തെരഞ്ഞെടുത്തു, അത്രേ ഉള്ളൂ. വ്യക്തമായോ? സ്തോത്രം. വ്യക്തമായി പാസ്റ്റർ. പ്രൈസ് ദി ലോർഡ്. ഓക്കെ ഓക്കെ, സ്തോത്രം. സ്മുർണയുടെ കാര്യം ചോദിച്ചതും ക്ലിയർ ആയല്ലോ. പ്രൈസ് ഗാഡ്. സ്തോത്രം. ഓക്കെ. അപ്പോൾ ഈ 4 വ്യൂസ്, ഈ 4 സമീപനങ്ങളാണ് വ്യാഖ്യാന സംബന്ധിയായിട്ട് വെളിപ്പാട് പുസ്തകത്തെ പറ്റിയുള്ളത്. ഇനിയും നാം നോക്കാൻ പോകുന്നത് പ്രവചനങ്ങളാണ് എന്നാണല്ലോ. 4:1 തന്നെ നമ്മൾ കണ്ടു. യേശുക്രിസ്തു തന്നെ യോഹന്നാനെ വിളിക്കുന്നു, ഇവിടെ കയറി വരിക. സ്വർഗവാതിൽ തുറന്നു കിടക്കുന്നു, സ്വർഗത്തിലേക്ക് പ്രവേശനമുണ്ടായി. എന്നിട്ട് പറയുന്നു, മേലാൽ സംഭവിപ്പാനുള്ളത് ഞാൻ നിന്നെ അറിയിക്കാം, അല്ലെങ്കിൽ നിനക്ക് കാണിച്ചു തരാം. അതിൽ നിന്നും വ്യക്തമാണ് 4-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം മുതൽക്ക് ഉള്ള കാര്യങ്ങളൊക്കെ ഭാവിയിൽ സംഭവിപ്പാനിരിക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ പത്രോസിന്റെ ഭാഷ ഉപയോഗിക്കട്ടെ, ചില നിസ്സാരന്മാർ ചോദിക്കാം, അങ്ങനെയാണെങ്കിൽ വെളിപ്പാട് 4-ന്റെ 2-ലും 3-ലും ഒക്കെ പറയുന്നത് ദൈവത്തെക്കുറിച്ചാണല്ലോ, അപ്പൊ അതെന്താ ഭാവിയിൽ സംഭവിപ്പാനിരിക്കുന്നതാണോ? ദൈവം സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഭാവിയിൽ സംഭവിപ്പാനിരിക്കുന്നതല്ല, ഇപ്പോഴും ദൈവം സിംഹാസനസ്ഥനാണ്. എന്നാൽ ആ സ്വർഗത്തിൽ നടക്കുന്ന ചില കാര്യങ്ങളാണ് മേലിൽ സംഭവിപ്പാനിരിക്കുന്നത്. അങ്ങനെ ആ സ്വർഗീയ ദർശനമാണ് ദൈവം 4-5 അധ്യായങ്ങളിൽ അപ്പോസ്തലന് നൽകിയത്. അതിൽ നിന്ന് നാം നിത്യതയിൽ എത്തുമ്പോൾ എന്താണ് സംഭവിപ്പാനിരിക്കുന്നത്, എങ്ങനെയാണ് കാര്യങ്ങളെന്ന് നമുക്ക് ഗ്രഹിക്കുവാൻ സാധിക്കും. അപ്പോൾ 4-ാം അധ്യായം മുതൽ അങ്ങോട്ടുള്ളത് പ്രവചനങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ വെളിപ്പാട് പുസ്തകത്തെ അപ്പോകാലിപ്സിസ് എന്ന് വിളിക്കുന്നത്. എസ്കാറ്റോളജിക്കൽ ബുക്ക്, പുതിയ നിയമത്തിലെ ഏക പ്രവചന ഗ്രന്ഥമെന്ന് വെളിപ്പാട് പുസ്തകത്തെ മനസ്സിലാക്കുന്നത് അതുകൊണ്ടാണ്. വെളിപ്പാട് പുസ്തകം പുതിയ നിയമത്തിലെ ഏക പ്രവചന ഗ്രന്ഥം. ഓൺലി prophetical book in the New Testament. പുതിയ നിയമത്തിലെ ഏക പ്രവചന ഗ്രന്ഥം. മത്തായി തുടങ്ങി യൂദ വരെ ഉള്ള ലേഖനങ്ങളിൽ, പുസ്തകങ്ങളിൽ പ്രവചനങ്ങളുണ്ട്. എന്നാൽ ഭൂരിഭാഗവും പ്രവചനങ്ങളല്ല. എന്നാൽ വെളിപ്പാട് പുസ്തകത്തിൽ ഈ ആദ്യത്തെ 3 അധ്യായങ്ങൾ ഒരു മുഖവുര എന്നതുപോലെ പറഞ്ഞിട്ട് ബാക്കി മുഴുവനും ഭാവിയിൽ സംഭവിപ്പാനിരിക്കുന്ന കാര്യങ്ങളുടെ ചുരുളഴിക്കുകയാണ്, മറനീക്കി കാണിക്കുകയാണ്. നമുക്കറിയാം, വെളിപ്പാട് പുസ്തകം അപ്പോകാലിപ്സിസ് എന്ന് പറഞ്ഞാൽ അൺവെയിലിംഗ്, അനാച്ഛാദനം ചെയ്യുക, തിരശീല മാറ്റുക. നമ്മുടെയൊക്കെ വീടും സഭാഹോളുകളുമൊക്കെ സമർപ്പിക്കുന്ന ഒരു കർമ്മമുണ്ടല്ലോ. അതുവരെ അടച്ചിട്ടിരിക്കുന്ന കതക് തുറന്ന് അകത്തേക്ക് പ്രവേശിക്കുന്നത് പോലെ, വല്ല പ്രതിമകളും
ഉണ്ടാക്കി വെച്ചിട്ട് പ്രധാനപ്പെട്ടവരെ കൊണ്ടുവന്ന് ആ മറ നീക്കി അകത്തിരിക്കുന്നത് പൊതുജനത്തിന് കാണിച്ചു കൊടുക്കുന്നത് പോലെ. ആ പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് അപ്പോകാലിപ്സിസ്, വെളിപ്പാട്, മറ നീക്കുക. പണ്ടേ ഉണ്ടായിരുന്ന കാര്യമാണ്, ഇപ്പോൾ തീരുമാനിച്ചതല്ല. പണ്ടേ ദൈവം തീരുമാനിച്ചുറപ്പിച്ചത്, ഇതുവരെ ആരോടും പറയാതിരുന്നത്, ഇതുവരെ ആരും അറിയാതിരുന്നത്, ഇപ്പോൾ ദൈവം എന്ത് ചെയ്യുന്നു? മറ നീക്കി കാണിക്കുന്നു. അതിന്റെ പേരാണ് വെളിപ്പാട്, വെളിപ്പെടുത്തുക. മറഞ്ഞിരുന്നതിനെ മറനീക്കി കാണിക്കുക, ഇതാണ് വെളിപ്പാട്. അപ്പോൾ എന്താണ് സംഭവിപ്പാനിരിക്കുന്നത്? ഭാവിയെക്കുറിച്ചൊന്നും ആർക്കും അറിഞ്ഞുകൂടാ. സഭയുടെ ഭാവി എന്ത്? അല്പാൽപമായ വെളിപ്പാടുകളൊക്കെ അപ്പോസ്തലന്മാർക്ക് ലഭിച്ചിരുന്നു. ഉദാഹരണത്തിന് പൗലോസ് ശ്ലീഹ പറയുന്നുണ്ട്, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ചിന്തിച്ച 1 തെസ്സലോനിക്കർ 4:16-17 വാക്യങ്ങളിൽ, ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ആയിരിക്കും. ആ ഒരൊറ്റ വാക്യം അല്ലെങ്കിൽ വാചകം പറഞ്ഞു പോയിട്ടേ ഉള്ളൂ. എന്നാൽ അത് യോഹന്നാന് ദൈവം വെളിപ്പാട് 21 22 അധ്യായങ്ങളിലായി വെളിപ്പെടുത്തി കൊടുത്തു. സ്തോത്രം. നാം കർത്താവിനോട് കൂടെ വാഴും. എവിടെ, എങ്ങനെ, ഏതവസ്ഥയിൽ? ഇതെല്ലാം വെളിപ്പെടുത്തിയിരിക്കുന്നത് വെളിപ്പാടിന്റെ അവസാനത്തെ 2 അധ്യായങ്ങളിലാണ്. അതും പൂർണ്ണമായ വെളിപ്പാടാണെന്ന് കരുതരുത്. മനസ്സിലായോ? വെളിപ്പാട് പുസ്തകത്തിൽ ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്നത് മുഴുവനും പൂർണ്ണമായ വെളിപ്പാടാണെന്ന് കരുതരുത്. അതായത് വെളിപ്പാട് പുസ്തകത്തിൽ കണ്ടതിനപ്പുറം സ്വർഗത്തിൽ ഒന്നും ഇല്ലെന്ന് കരുതരുതെന്ന്. മനസ്സിലായല്ലോ പറഞ്ഞ പദം? Because even still there are so many mysteries hidden in God, which are not yet revealed unto men. സ്തോത്രം. മനുഷ്യർക്ക് ഇതുവരെ വെളിപ്പെട്ടിട്ടില്ലാത്ത ധാരാളം മാർമികമായ കാര്യങ്ങൾ ദൈവത്തെ സംബന്ധിച്ചും നിത്യതയെ സംബന്ധിച്ചും ദൈവത്തിൻ്റെ പ്രപഞ്ചത്തോടുള്ള ഇടപെടലിനെ സംബന്ധിച്ചും ഒക്കെ ഉണ്ട്. അതെല്ലാമൊന്നും നമുക്ക് ദൈവം വെളിപ്പെടുത്തി തന്നിട്ടില്ല. സ്തോത്രം. അതുകൊണ്ടാ യോഹന്നാനും 1 യോഹന്നാൻ 3:2 പറഞ്ഞത്, നാം ഇപ്പോൾ ദൈവമക്കൾ ആകുന്നു. ആ വാക്യം കൂടെ വായിച്ചാട്ടെ. 1 യോഹന്നാൻ 3:2, 1 John 3:2. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കൾ ആകുന്നു. നാം ഇന്നത് ആകും എന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാർ ആകും എന്നും നാം അറിയുന്നു. കണ്ടോ, യോഹന്നാൻ അവിടെ പറയുന്നു നാം ഇപ്പോൾ ദൈവമക്കളാണ്, പക്ഷേ
ആത്യന്തികമായി നമ്മൾ എന്താകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായോ? ഇല്ല. അതുപോലെ തന്നെ നമുക്ക് വളരെ പരിചിതമായ അധ്യായമാണ് 1 കൊരിന്ത്യർ 13-ാമത്തെ അധ്യായം. അവിടെയും പൗലോസ് ഇതേ കാര്യം തന്നെ പറയുന്നുണ്ട്. അതിന്റെ 8 മുതലുള്ള വാക്യങ്ങളാണ്, വിശേഷിച്ച് അതിന്റെ 9-ാമത്തെ വാക്യം. അംശമായി മാത്രം നാം അറിയുന്നു, അംശമായി മാത്രം പ്രവചിക്കുന്നു. എന്നിട്ട് അടുത്തതും വായിച്ചു മോളെ. പൂർണ്ണമായത് വരുമ്പോഴോ അംശമായത് നീങ്ങിപ്പോകും. ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ സംസാരിച്ചു, ശിശുവിനെ പോലെ ചിന്തിച്ചു, ശിശുവിനെ പോലെ നിരൂപിച്ചു. പുരുഷനായ ശേഷമോ ഞാൻ ശിശുവിനുള്ളത് തിരിച്ചു കളഞ്ഞു. ഇപ്പോൾ നാം കണ്ണാടി വായിച്ചു മോളെ 12-ാമത്തെ വാക്യം. ഇപ്പോൾ നാം കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നു, അപ്പോൾ മുഖാമുഖമായി കാണും. ഇപ്പോൾ ഞാൻ അംശമായി അറിയുന്നു, അപ്പോഴോ ഞാൻ അറിയപ്പെട്ടതുപോലെ തന്നെ അറിയും. ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഈ 3 നിലനിൽക്കുന്നു. ഇവയിൽ വലിയതോ സ്നേഹം തന്നെ. ഉണ്ടോ? പൗലോസ് ഇവിടെ പറയുന്നു, അംശമായി മാത്രമേ നാം ഇപ്പോൾ അറിയുന്നുള്ളൂ. പൂർണ്ണമായി നമ്മൾ അറിയുന്നില്ല. സ്തോത്രം. ഇപ്പോൾ നാം കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നു. അന്ന് മുഖാമുഖമായി കാണും. ഇപ്പോൾ അംശമായി മാത്രം ഞാൻ അറിയുന്നു, അന്ന് ഞാൻ അറിയപ്പെട്ടതുപോലെ തന്നെ അറിയും. ഇതാണ് ഞാൻ പറഞ്ഞത്. വെളിപ്പാട് പുസ്തകത്തിൽ ദൈവം ഭാവികാല സംഭവങ്ങളുടെ മറ നീക്കി എങ്കിലും ഇത്രയൊക്കെ ഉള്ളൂ സ്വർഗത്തിൽ എന്നാരും കരുതരുത്. മനസ്സിലാവുന്നുണ്ടല്ലോ? നാം നിത്യതയിലെത്തുമ്പോൾ ഒരു കാര്യം ബോധ്യമാകും. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള 66 പുസ്തകങ്ങളിലൂടെയും പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിത്തന്ന വെളിപ്പാടുകളിലൂടെയും ഒക്കെ, ഉൽപ്പത്തി മുതൽ വെളിപ്പാട് പുസ്തകം വരെ നമുക്ക് നൽകിത്തന്ന ദൈവവചനത്തിലൂടെയും പരിശുദ്ധാത്മാവിൽ ദൈവം നമുക്ക് പകർന്ന വെളിപ്പാടുകളിലൂടെയും നാം അറിഞ്ഞതൊക്കെ വെറും അംശം മാത്രമായിരുന്നെന്ന്, വെറും അല്പം മാത്രമായിരുന്നെന്ന് നാം അന്ന് തിരിച്ചറിയും. സ്തോത്രം. കൂടെ വരുന്നുണ്ടല്ലോ നിങ്ങൾ? ഇതാണ് പറഞ്ഞത്. വെളിപ്പാട് പുസ്തകം ദൈവം മറനീക്കി ഭാവികാല സംഭവങ്ങളെ കുറിച്ച് കാണിച്ചെങ്കിലും അത് പൂർണ്ണമല്ല എന്ന്. തെറ്റിദ്ധരിക്കരുത്. വേദപുസ്തകം പൂർണ്ണമല്ലെന്നല്ല പറഞ്ഞത്. ദൈവം നമുക്ക് തന്നെ കുറിച്ച് വെളിപ്പെടുത്തിയത് പൂർണ്ണം അല്ല. എന്നാൽ ഇന്ന് ഭൂമിയിൽ നാം ആയിരിക്കുമ്പോൾ, ഈ പരിമിതമായ ശരീരത്തിൽ നാം ആയിരിക്കുമ്പോൾ, സ്തോത്രം, നമുക്ക് അറിയാൻ കഴിയുന്നതിൻ്റെ പരമാവധിയിൽ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. നാം ഈ പരിമിതമായ ശരീരത്തിലും ബുദ്ധിയിലും ഈ പരിമിതമായ ലോകത്തിലും ആയുസ്സിലും ജീവിക്കുമ്പോൾ നാം അറിയേണ്ടതും നമുക്ക് അറിയാൻ കഴിയുന്നതും ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. പക്ഷേ ഈ വെളിപ്പെടുത്തിയത് അത്രയേ ഉള്ളൂ എന്നല്ല, കർത്താവ് വെളിപ്പെടുത്തിയിട്ടില്ലാത്ത ധാരാളം കാര്യങ്ങൾ ദൈവത്തിൽ ഇനിയും ഉണ്ട്. അതുകൊണ്ടാണ് യോഹന്നാൻ 3-ാം അധ്യായത്തിൽ നിക്കോദീമോസിനോട് കർത്താവ് ചോദിച്ചത്,
സാറേ ഭൂമിയിലുള്ളത് നിന്നോട് പറഞ്ഞിട്ട് നിനക്ക് മനസ്സിലാകുന്നില്ല, അപ്പൊ പിന്നെ സ്വർഗത്തിലുള്ളത് പറഞ്ഞാൽ നിനക്ക് എന്തോ മനസ്സിലാവും. സ്തോത്രം. ജഡത്തിൽ വസിക്കുന്ന മനുഷ്യർക്ക് ഗ്രഹിപ്പാൻ കഴിയുന്നതാണ് ദൈവം വെളിപ്പെടുത്തിയിട്ടുള്ളതെങ്കിലും അതിൻ്റെ എത്രയോ ശതമാനം ഇനിയും നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. ശരിയല്ലേ? സ്തോത്രം. ഇതുവരെ പറഞ്ഞതിൽ എന്തെങ്കിലും ആശയക്കുഴപ്പമുണ്ടോ? എന്തെങ്കിലും സംശയമുണ്ടോ? ഒന്നുമില്ല. സ്തോത്രം. അപ്പോൾ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. അതിനോടൊപ്പം 1 കൊരിന്ത്യർ 2:9 കൂടെ വായിച്ചാട്ടെ. 1 Corinthians 2:9. ദൈവം തന്നെ വായിച്ച മോളെ ജോഷ്ന. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണു കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. സ്തോത്രം. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് എന്നൊരുക്കിയതാ ഇതൊക്കെ? Before the foundations of the earth. Verse number 7. 7ാം വാക്യം. But we speak the wisdom of God in a mystery, even the hidden wisdom which God ordained before the world unto our glory. Praise God. 9ാം വാക്യത്തിൽ പറഞ്ഞു ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത്. എപ്പോൾ ഒരുക്കി? 7ാം വാക്യത്തിൽ പറഞ്ഞു before the world was. Before God initiated creation. മലയാളത്തിൽ വായിക്കുന്നത് സകല സൃഷ്ടിക്കും മുമ്പേ നമ്മുടെ തേജസ്സിനായി ദൈവം മുന്നൊരുക്കിയത്. Before the creation. Before the created world. ലോക സൃഷ്ടിക്ക് മുമ്പെന്ന് പറയുന്നതും സമയത്തിന് മുമ്പ് എന്ന് പറയുന്നതും ഒക്കെ ശരിയാകട്ടോ, പദങ്ങൾ വേറെ വേറെയാണെന്നേ ഉള്ളൂ, ആശയം അത് തന്നെ. ഇവിടെ നമ്മൾ കാണുന്നത് സകല സൃഷ്ടിക്ക് മുമ്പേ എന്നാണ്. എഫേസ്യർ 1:4 കാണുന്നത് ലോക സ്ഥാപനത്തിന് മുമ്പേ എന്നാണ്. തീത്തോസ് 1-ാം അധ്യായം 2-ാം വാക്യത്തിൽ കാണുന്നത് ബിഫോർ ടൈം ബിഗാൻ, സകല കാലത്തിനും മുമ്പേ എന്നാണ്. എല്ലാ അർത്ഥം ഒന്ന് തന്നെ. അപ്പോൾ ദൈവം സകല സൃഷ്ടിക്ക് മുമ്പേ തന്നെ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എന്തൊക്കെയോ ഒരുക്കി. അത് ഒരുത്തന്റെയും കണ്ണ് കണ്ടിട്ടില്ല, യാതൊരുത്തനും കേട്ടിട്ടില്ല, ആരുടെയും ഭാവനയിൽ പോലും ഉണ്ടായിട്ടുമില്ല. എന്നാൽ നമുക്കറിയാമോ ദൈവം
ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എന്താ ഒരുക്കിയിട്ടുള്ളതെന്ന്? അവനോടുകൂടെ നിത്യമായി വസിക്കുവാനുള്ള കൃപ. സ്തോത്രം. എന്തോ സൗമ്യമ്മ എന്താ പറഞ്ഞേ? കേട്ടില്ല. പൂർണ്ണമായി നമുക്ക് മനസ്സിലായിട്ടില്ല. പൂർണ്ണമായി അറിഞ്ഞിട്ടില്ല. ആത്മാവിനാൽ. Yes, absolutely. 10ാം വാക്യം. 1 കൊരിന്ത്യർ 2:10. These things God has revealed to us through the Spirit. For the Spirit searches everything, even the depths of God. Praise God. 9ാം വാക്യത്തിൽ പറഞ്ഞു ദൈവം എന്തോ ഒരുക്കിയിട്ടുണ്ട്. 7ാം വാക്യത്തിൽ പറഞ്ഞു അത് സകല സൃഷ്ടിക്ക് മുമ്പേ ഒരുക്കിയതാണ്. 9ാം വാക്യത്തിൽ പറഞ്ഞു അതെന്താണെന്ന് ആരും കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല, ഭാവനയിൽ പോലും സങ്കല്പിച്ചിട്ടും തോന്നിയിട്ടില്ല. പക്ഷേ 10ാം വാക്യത്തിൽ പറഞ്ഞു നമുക്കോ അത് ദൈവം തൻ്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. Praise God. But unto us God has revealed it in and through the Spirit of God. സ്തോത്രം. എന്നിട്ടും ഈ വെളിപ്പാട് പ്രാപിച്ച പൗലോസ് 13ാം അധ്യായത്തിലേക്ക് വന്നപ്പോൾ പറഞ്ഞതാണ് നമ്മളിപ്പോഴും അംശമായിട്ടേ അറിയുന്നുള്ളൂ. സ്തോത്രം. വെളിപ്പാട് എന്താണെന്ന് മനസ്സിലായല്ലോ. മറനീക്കുക, വെളിപ്പെടുത്തുക, അനാച്ഛാദനം ചെയ്യുക. സ്തോത്രം. Praise God. അങ്ങനെ ദൈവം മറ നീക്കി കാണിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അതിനെ പ്രവചനങ്ങൾ എന്ന് വിളിക്കുന്നു. പ്രവചനം ബൈബിളിനെ പൊതുവെ വിളിക്കുന്ന പേര് പ്രവചനമെന്നാണ്. ബൈബിളിന്റെ പൊതുവായ പേര് തന്നെ പ്രവചനം അല്ലെങ്കിൽ പ്രവചന പുസ്തകം എന്നാണ്. ചില വേദപഠിതാക്കൾ പറയുന്നത് 2/3 of the Bible contain prophecies എന്നാണ്. ബൈബിളിന്റെ 2/3 ഭാഗവും പ്രവചനങ്ങളാണെന്നാണ് ചില വേദപഠിതാക്കൾ അഭിപ്രായപ്പെടുന്നത്. അവരുടെ പഠനത്തിൽ അങ്ങനെയാണ് അവർക്ക് മനസ്സിലാകുന്നത്. അതിൽ പലതും ഇന്ന് ചരിത്രമായി കഴിഞ്ഞു. സ്തോത്രം. എന്നാൽ ഇനിയുമുണ്ട് ധാരാളം പ്രവചനങ്ങൾ നിറവേറുവാൻ. ക്രിസ്തുവിനെ സംബന്ധിച്ച പ്രവചനം നിറവേറാനുണ്ട്, സാത്താനെ സംബന്ധിച്ച പ്രവചനം നിറവേറാനുണ്ട്, മനുഷ്യനെ സംബന്ധിച്ച പ്രവചനം, ഭൂമിയെ സംബന്ധിച്ച പ്രവചനം, സൃഷ്ടികളെ സംബന്ധിച്ച പ്രവചനം. ഇങ്ങനെ ഇനിയുമുണ്ട് ധാരാളം പ്രവചനങ്ങൾ നിവർത്തിക്കപ്പെടുവാൻ. അതിനിടയിൽ ഞാനൊന്ന് പറഞ്ഞോട്ടെ, നമ്മൾ 1 കൊരിന്ത്യർ 2:9 വായിച്ച വാക്യം, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. ആ വാക്യത്തെ ദൈവം നമുക്ക് ഒരുക്കിയിട്ടുള്ളത് എന്തായിട്ടാണ് സാധാരണ കേൾക്കാറുള്ളത്? ഭൗതിക നന്മകള്. ഭൗതിക നന്മകൾ. സ്തോത്രം.
അതിന് വേണമെങ്കിൽ ഇസ്രായേലിനോട് പറഞ്ഞ കാര്യങ്ങളും കൂടി എടുക്കും. നീ കുഴിക്കാത്ത കിണറ്, നീ നട്ടിട്ടില്ലാത്ത തോട്ടങ്ങൾ, നീ പണിതിട്ടില്ലാത്ത വീടുകൾ, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഭൗതികതയുടെ മരച്ചുവട്ടിൽ ഭൗതികതയുടെ കുറ്റിയടിച്ച് ദൈവജനത്തെ തളച്ചിടുന്ന ഒരു വല്ലാത്ത ലോകമാണ് ഇന്നത്തെ നമ്മുടെ ആത്മീയ ലോകം. ആ ആത്മീയ ലോകം എന്നുള്ളത് ഡബിൾ ഇൻവെർട്ടഡ് കോമ ഇട്ടേക്കണം. സ്തോത്രം. അതെ, ഇതുപോലെ മിസ്കോട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു വാക്യം, വളരെയധികം ദുർവ്യാഖ്യാനിക്കപ്പെടുന്ന ഒരു വാക്യമാണത്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്കായി ദൈവം ഒരുക്കിയിട്ടുണ്ട്. ഞാൻ അതുകൊണ്ട് ചോദിക്കാറുണ്ട്, ഈ ലോകത്തിൽ എന്തെങ്കിലും ഉണ്ടോ ആരെങ്കിലും കണ്ടിട്ടില്ലാത്തത്? കണ്ടിട്ടില്ലെങ്കിലും കേട്ടിട്ടേ ഇല്ലാത്തത്? ഏതെങ്കിലും ഒരു ആർക്കിടെക്റ്റിന്റെ, ഒരു ശാസ്ത്രജ്ഞന്റെ, ഒരു കലാകാരന്റെ, ഒരു എഞ്ചിനീയറിന്റെ ഹൃദയത്തിൽ, ചിന്തകളിൽ, ഭാവനയിൽ തോന്നിയിട്ടേ ഇല്ലാത്തത് ഒന്നുമില്ല. അതുകൊണ്ട് പ്ലീസ്, ഈ വാക്യമൊക്കെ അങ്ങനെ കേൾക്കുമ്പോൾ നമുക്കൊരാവേശവും സുഖമൊക്കെ തോന്നുമെങ്കിലും അത് സത്യമല്ല. സ്തോത്രം. സത്യമല്ല. കാറ്റിന് പറത്തിക്കളയാനും അഗ്നിക്ക് കത്തിച്ചു കളയാനും വെള്ളത്തിന് ഒഴുക്കി അല്ലെങ്കിൽ മുക്കിക്കളയാനും വാളിന് വെട്ടിക്കളയാനും സർക്കാരിന് പിടിച്ചെടുക്കാനും മണ്ണിന് അലിഞ്ഞു ചേരാനും കഴിയുന്ന നശ്വര വസ്തുക്കളല്ല ദൈവത്തെ സ്നേഹിക്കുന്നവർക്കായി സകല സൃഷ്ടിക്കും മുമ്പേ ദൈവം ഒരുക്കി വച്ചിരിക്കുന്നത്. അതിന്റെ ചുവട്ടിൽ നമ്മളെ ആരും കൊണ്ട് കെട്ടാൻ വിട്ടുകൊടുക്കല്ലേ കേട്ടോ, വിട്ടുകൊടുക്കല്ലേ. സ്തോത്രം. ശരി, മടങ്ങി വരുന്നു. അങ്ങനെയുള്ള പ്രവചനങ്ങൾ, അങ്ങനെയുള്ള വാഗ്ദത്തങ്ങൾ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു. സ്തോത്രം. അതിനെ സംബന്ധിച്ച് ഞാനൊരു പുസ്തകത്തിൽ വായിച്ചത് ഇങ്ങനെയാണ്: ഒരു പ്രവചനത്തിന് 5 ഭാഗങ്ങൾ ഉണ്ടായിരിക്കണമെന്നാണ്. A prophecy should possess 5 aspects, 5-fold things. ഒന്ന്, it should be predicted. സംഭവിക്കുന്നതിന് മുമ്പേ പറഞ്ഞിരിക്കണം. സംഭവിക്കുന്നതിന് മുമ്പേ പറഞ്ഞിരിക്കണം. 2, that should be beyond human understanding. മനുഷ്യബുദ്ധിക്ക് അതീതമായതായിരിക്കണം. ഉദാഹരണത്തിന്, ബൈബിളിലെ ഏറ്റവും ആദ്യത്തെ പ്രവചനം ഓർമ്മയുണ്ടായിരിക്കുമല്ലോ. ഫസ്റ്റ് എവർ prophecy in the Bible. ഉൽപ്പത്തി 3:15. സ്ത്രീയുടെ സന്തതി. ഇറ്റ്സ് ബിയോണ്ട് ഹ്യൂമൻ കോംപ്രിഹെൻഷൻ. മനുഷ്യന് മനസ്സിലാക്കുവാൻ കഴിയുന്നതിനും അതീതമായതാണ്. കന്യക ഗർഭിണിയായിട്ടൊരു മകനെ പ്രസവിക്കും.
മക്കളില്ലാതെ അപ്പനും അമ്മയും ആകാനുള്ള കഴിവെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്ന അബ്രഹാമിനോടും സാറയോടും ദൈവം പറയുന്നു, നിന്റെ സന്തതി ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെയും കടൽക്കരയിലെ മണൽത്തരികളെ പോലെയും അസംഖ്യമായിരിക്കും. ബിയോണ്ട് ഹ്യൂമൻ കോംപ്രിഹെൻഷൻ. മൂന്നാമത്തെ കാര്യം, should be very clear. അങ്ങനെയുള്ള പ്രവചനങ്ങൾ വ്യക്തതയുള്ളതായിരിക്കണം. വ്യക്തതയുള്ളത്. ഇന്നത്തെ പല പ്രവാചകന്മാരും ചോദിക്കുന്നത് പോലെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, ഫോറൻസിക് പ്രവചനങ്ങളൊക്കെ. ബാബു കേട്ടിട്ടുണ്ടല്ലോ നിങ്ങളുടെ പ്രവചനങ്ങൾ? ഇല്ല. കേട്ടിട്ടില്ലേ? അത് കേട്ടിട്ടില്ലേ? ഒത്തിരി യൂട്യൂബിൽ കിടപ്പുണ്ട്. ഞങ്ങളുടെ ചേർച്ചിൽ. ഓക്കെ. അത് ചിലപ്പോ നിങ്ങളുടെ ചർച്ച കേൾക്കാനും പറ്റത്തില്ല. സ്തോത്രം. നിങ്ങൾ ചോദിക്കും, ഞാനൊരു ഒരു ഒരു വാഴത്തോട്ടം കാണുന്നല്ലോ, ആ പ്രവാചക ഞങ്ങളുടെ വീട്ടിലോട്ടുള്ള വഴി ഒരു വാഴത്തോട്ടത്തിൽ കൂടാ. ചിലർ ചോദിച്ചു കേട്ടിട്ടില്ലേ? കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാൻ ഇവിടെ ഇല്ലാതിരുന്ന സമയത്ത് ഞങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു പെൺകുട്ടിയുടെ ഭർത്താവ് നാട്ടിൽ നിന്ന് വന്നു. ആ കൊച്ചു വിളിച്ചു പറഞ്ഞു, എന്റെ ഭർത്താവ് വരുന്നു, ഒന്ന് പോയി കാണണേ. ഞങ്ങൾക്ക് അത്ര വേണ്ടപ്പെട്ട ഒരു കുഞ്ഞാ. അവളുടെ ഭർത്താവായതുകൊണ്ട് ഞാൻ സൂസനോട് പറഞ്ഞു, ഞാനിവിടെ കാണത്തില്ല, അതുകൊണ്ട് സൂസൻ പോയി ആളിനെ കാണണം. ഇവിടെ ഒരു ചർച്ചിൽ ശുശ്രൂഷിക്കാനായിട്ട് വന്നതാ അദ്ദേഹം. ചെറുപ്പക്കാരനാണ്. അദ്ദേഹത്തെ ജസ്റ്റ് ഒന്ന് കാണാൻ, ആ കൊച്ചിനോടുള്ള അവളുടെ കുടുംബത്തോടുള്ള സ്നേഹം നിമിത്തം സൂസൻ പോയി അവിടുത്തെ യോഗത്തിൽ സംബന്ധിച്ചു. എന്നിട്ട് അദ്ദേഹത്തെ കണ്ട് പിരിയാൻ വേണ്ടി ഒന്ന് പരിചയപ്പെടാൻ ചെന്നു. പോരട്ടെ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഞാനൊന്ന് പ്രാർത്ഥിച്ചോട്ടെ. അതിനെന്താ? അദ്ദേഹം പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട് ചോദിച്ചു, മക്കളുടെ വിവാഹത്തെ സംബന്ധിച്ച് വളരെ ആകുലപ്പെടുന്നുണ്ടല്ലേ? ഇല്ല, ഇതുവരെ അതേപ്പറ്റി ഞങ്ങൾ ആരും ചിന്തിച്ചിട്ടില്ല. പിള്ളാരും ഇല്ല, ഞങ്ങളും ഇല്ല. അപ്പോഴത്തേക്കിനും അത് എവിടെങ്കിലും കൊണ്ടുവന്ന് ഒപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമമായി. പിന്നീട് അങ്ങനെ വെച്ച പലതും 3-4 കാര്യങ്ങൾ പറഞ്ഞു. ഒന്നും ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതേ അല്ല. ഒടുവിൽ ദൈവം തലമുറകളെ അനുഗ്രഹിക്കും എന്ന് പറഞ്ഞ് അങ്ങ് വിട്ടു. വേദപുസ്തകം അനുസരിച്ചുള്ള പ്രവചനം അത് കൃത്യതയാർന്നതായിരിക്കും. വള്ളി പുള്ളിക്ക് വ്യത്യാസം വരില്ല. വളരെ കൃത്യതയാർന്നത്. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ദാനിയേൽ പ്രവചനം തന്നെ എടുത്തോളൂ. അവിടെ ദൈവം ജാതീയ രാജാവായ നെബൂഖദ്നേസറിന് കാണിച്ചു കൊടുത്ത സ്വപ്നം അതുപോലും കൃത്യമായിരുന്നു. തങ്കം കൊണ്ടുള്ള തല. ദാനിയേൽ പറഞ്ഞു, തിരുമനസ്സേ
അത് അങ്ങ് തന്നെയാണ്. ബാബിലോണിനെ തങ്കം, പ്യുവർ ഗോൾഡൻ ഹെഡായിട്ടാ കണ്ടത്, തനി തങ്കം കൊണ്ടുള്ള തല. യെശയ്യാ പ്രവചനത്തിൽ ഉൾപ്പെടെ നമ്മൾ ബാബിലോണിനെ കാണുന്നത് സുവർണ നഗരമെന്നാണ്, ഗോൾഡൻ സിറ്റി എന്നാണ് വിളിക്കുന്നത് ബാബിലോണിനെ. 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ദാനിയേല് ബാബിലോണിനെ കുറിച്ച് കാണുന്നു, സിംഹം. നമുക്കറിയാമല്ലോ, ഇന്നത്തെ മോഡേൺ ഇറാഖിന്റെ വരെ നാഷണൽ എംബ്ലം എന്ന് പറയുന്നത് ലയനാണ്. ഇങ്ങനെ ബൈബിളിലെ പ്രവചനങ്ങൾ കൃത്യതയാർന്നതാ. സ്തോത്രം. മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട് എന്നുള്ളതല്ല പ്രവചനം. എൻ്റെ ഒരു ബന്ധു ഇപ്പോൾ 1.5 മാസത്തെ തൻ്റെ പഠനവുമായി ബന്ധപ്പെട്ട് ഹോങ്കോങ്ങിൽ പോയിട്ടുണ്ട്. അവിടെ നിന്നും അദ്ദേഹം എന്നെ വിളിച്ചു. ഇങ്ങനെ സംസാരിച്ചപ്പോ പറഞ്ഞു, മിക്കപ്പോഴും ഇവിടെ മഴയാ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞത്, പിന്നെ ഒരു ഗുണമുണ്ട്, 2 മണിക്ക് മഴ പെയ്യുമെന്ന് പറഞ്ഞാൽ കൃത്യം 2 മണിക്ക് പെയ്തിരിക്കും. അല്ലാതെ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യത ഉണ്ടെന്നല്ല. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ ആത്മാവിനാൽ നടത്തപ്പെടുന്ന പ്രവചനങ്ങളും കൃത്യതയാർന്നതായിരിക്കണം. ശരി, നമ്മുടെ സമയം തീർന്നല്ലോ. ഞാൻ ഈ 2 കാര്യം കൂടെ പറഞ്ഞങ്ങ് നിർത്തിയേക്കാം. സ്തോത്രം. 4-മത്തെ കാര്യം, പ്രവചനത്തിനും പൂർത്തീകരണത്തിനും ഇടയിൽ ഒരു കാലദൈർഘ്യം വേണം. There should be a time gap, a duration between the prophecy and its fulfillment. പ്രവചനത്തിനും നിറവേറലിനും ഇടയിൽ ഒരു കൃത്യമായ ഇടവേള വേണം. That means no prophecy after something occurred. എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ടല്ല പ്രവചനം. പ്രവചിച്ച് കൃത്യമായ സമയത്തിന് ശേഷം അത് നിറവേറണം. വളരെ പെട്ടെന്ന് വേണമെങ്കിലും നിറവേറാം, അത് കുഴപ്പമില്ല. പക്ഷേ സംഭവിക്കുന്നതിന് മുമ്പേ പറഞ്ഞിരിക്കണം ഒരു ഇടവേളയിൽ. ഒടുവിൽ 5-മത്തേത്, ഇറ്റ് ഷുഡ് ബി പെർഫെക്റ്റ്ലി ഫുൾഫിൽഡ്. പൂർണ്ണമായ നിറവേറൽ അതിനുണ്ടാവണം, ഭാഗികമായിട്ടുള്ളതല്ല. 10 കാര്യം പറഞ്ഞെങ്കിൽ 10ഉം നിറവേറിയിരിക്കണം. പക്ഷെ ഇന്ന് നമുക്കൊക്കെ പറ്റുന്നത് 10 കാര്യം പറഞ്ഞതിൽ ഒരെണ്ണം ഒത്താൽ നമ്മൾ അതിനെ അങ്ങ് അംഗീകരിക്കുക, ദൈവത്തിൻ്റെതാണെന്ന് പറഞ്ഞു. ഒരെണ്ണം പോലും നിറവേറാതിരിക്കില്ല. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതുപോലെ ദാനിയേൽ പ്രവചനം 11-ാമത്തെ അധ്യായത്തെ പ്രവചന അധ്യായം എന്നാ വിളിക്കുന്നത്, പ്രോഫറ്റിക് ചാപ്റ്റർ എന്നാ. അതിൽ 100-ൽ പരം പ്രവചനങ്ങൾ ഇതിനോടകം നിറവേറിക്കഴിഞ്ഞെന്നാണ് വേദപുസ്തക പഠിതാക്കൾ മനസ്സിലാക്കുന്നത്. ഈ പ്രധാനപ്പെട്ട 5 സ്വഭാവ വിശേഷതകൾ ഉള്ളതാണ് വേദപുസ്തകം പറയുന്ന പ്രവചനം.
അങ്ങനെയുള്ള പ്രവചന സമാഹാരമാണ് വെളിപ്പാട് 6 മുതൽ 22 വരെയുള്ള അധ്യായങ്ങൾ. സ്തോത്രം. അങ്ങനെ പ്രവചിക്കാൻ നമ്മുടെ ദൈവത്തിന് മാത്രമേ സാധിക്കൂ. എന്തെങ്കിലുമൊക്കെ പ്രവചിക്കുന്നവർ പലരും ഉണ്ടാവും. ഞാനും വേണമെങ്കിൽ പ്രവചിക്കാം. സ്തോത്രം. നമ്മുടെ കുട്ടിയങ്ങളിന്റെ മൂത്ത മകള് സിൽവി, അവര് ദുബൈയിലായിരുന്ന സമയത്ത്, എനിക്ക് തോന്നുന്നു ആദ്യത്തെ പ്രഗ്നൻസിയുടെ സമയം, ഡെലിവറി ഒക്കെ അടുത്തു വന്ന സമയം, ചെറുപ്പമാണ് കുട്ടി, പക്ഷെ ശരീരമൊക്കെ നീര് വെച്ചിങ്ങനെ ഇരിക്കുന്നു. അവരുടെ സഭായോഗം അവിടെ രാവിലെ 6 മണിക്ക് മറ്റോ തുടങ്ങും. അല്പം തണുപ്പുള്ള സമയം, പിന്നെ AC റൂമാണല്ലോ നമുക്കറിയാം. ഇതെല്ലാം കൊണ്ട് ഈ മോള് ഷോളും ഒക്കെ പുതച്ച് ഇങ്ങനെ ഇരിക്കുക. അവിടെയുള്ള പ്രായമുള്ളവർ വരെ നിലത്തിരുന്നാണ് ആരാധിക്കുന്നത്, സഭായോഗം കൂടുന്നത്. എന്നാൽ ഈ ചെറുപ്പക്കാരത്തിയായ കൊച്ച് നോക്കുമ്പോൾ തന്നെ അറിയാം, മുഖത്തും കയ്യിലും കാലിലും ഒക്കെ നീര്, കൂടാതെ ഷോളും ഒക്കെ പുതച്ചിങ്ങനെ ഇരുന്നപ്പം പ്രവാചകന് മനസ്സിലായി ഈ പെങ്കൊച്ചിന് എന്തോ കാര്യമായ രോഗമാണ്. വന്നങ്ങോട്ട് പ്രവചിക്കാൻ തുടങ്ങി, ദൈവം ഇന്ന് നിന്നെ സൗഖ്യമാക്കും, നിന്റെ ദേഹത്തെ നീരും പ്രശ്നങ്ങളൊക്കെ മാറാൻ പോവാ. ഇങ്ങനെ മുഖം കണ്ട് പ്രവചിക്കാൻ എനിക്കും പറ്റും. ചിലപ്പോൾ ചിലത് ശരിയാകും, ബാക്കിയൊക്കെ പൊളിയും. എന്നാൽ തിരുവെഴുത്ത് അങ്ങനെയല്ല. നമുക്കറിയാമല്ലോ, അബ്രഹാമിന്റെയും സാറയുടെയും അടുക്കൽ 3 ദൂതന്മാർ വന്നു. ആഹാരമൊക്കെ കഴിച്ചിട്ട് പോകാൻ നേരം അവര് പറഞ്ഞു, അടുത്ത വർഷം ഈ സമയമാകുമ്പോഴേക്കും നിങ്ങള് പപ്പായും മമ്മിയും ആകും. കൂടാരത്തിനകത്ത് മറഞ്ഞു നിന്ന സാറ ചിരിച്ചു, ഉള്ളിലാ ചിരിച്ചത്. പക്ഷേ ദൂതൻ പറഞ്ഞു, എന്താ സാറ ചിരിക്കുന്നേ? അയ്യോ, ഞാൻ ചിരിച്ചില്ല. ചിരിച്ചില്ലയോ എന്നൊന്നും ചോദിക്കാൻ പോയില്ല പ്രവാചകൻ. നീ ചിരിച്ചു, അത്രേ ഉള്ളൂ. പരിശുദ്ധാത്മാവിലാണെങ്കിൽ ഈ കൃത്യത ഇന്നും ഉണ്ടാകും. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലെ, ഭൗതിക ജീവിതത്തിലെ കാര്യങ്ങൾ പറയുമ്പോഴും അങ്ങനെ ആണോ? ഇങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല, അങ്ങനത്തെ ഒരു വിഷയമില്ല. ഇന്നതുപോലെ ഉണ്ട്. അങ്ങനെ കൃത്യതയാർന്ന പ്രവചനങ്ങളുടെ സമാഹാരമാണ്, സമുച്ചയമാണ് വെളിപ്പാട് 6 മുതൽ 22 വരെ. അതിൻ്റെ കൃത്യത, അത് ദൈവത്തിന്റെ വചനമാണെന്ന്, ദൈവത്തിൽ നിന്നുള്ളതാണെന്ന് വ്യക്തമാക്കുന്നു. അവ കർത്താവിന്റെ വരവ് താമസമെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ നമുക്ക് പഠിക്കുവാൻ ദൈവം കൃപ തരട്ടെ, ഗ്രഹിപ്പാൻ ദൈവം നമുക്ക് ജ്ഞാനം നൽകട്ടെ. ആ പ്രാർത്ഥനയോടും നമ്മുടെ കർത്താവിന്റെ വരവിനായി ഒരുങ്ങുവാനുള്ള സമർപ്പണത്തോടും കൂടെ നമുക്ക് ഇന്നത്തെ നമ്മുടെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. ദൈവത്തിന്റെ ഈ വചനം നമുക്കേവർക്കും അനുഗ്രഹമാകട്ടെ. കർത്താവിന് മഹത്വം.